A warm welcome to this moral science class. Dear children, we already finished chapter 1 and 2. Is it? Okay, today we are going to start chapter 3. What is the heading of chapter 3? Use of leisure. The name of the chapter, use of leisure. L-E-I-S-U-R-E. എന്താണ് ലെഷർ? ലെഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രീ ടൈം. യൂസ് ഓഫ് ലെഷർ. നമുക്ക് ഒരുപാട് ഫ്രീ ടൈം കിട്ടുന്നുണ്ട്. എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുവാണോ? അല്ല, പഠിക്കുന്നത് വളരെ കുറച്ച് മണിക്കൂറുകളാണ് അല്ലേ? അപ്പോൾ കൂടുതൽ സമയവും നമുക്ക് ഫ്രീ ടൈം തന്നെയാണ്. ഈ ഫ്രീ ടൈം എങ്ങനെയാണ് നമ്മൾ സ്പെൻഡ് ചെയ്യുക? അതിലേക്കുള്ള അറിവാണ് ഈ പാഠം നിങ്ങൾക്ക് നൽകുന്നത്. അപ്പോൾ പല കുട്ടികളല്ല, മെജോറിറ്റിയും ടി വിയുടെ മുമ്പിലായിരിക്കും. ഫ്രീ ടൈം കിട്ടിയാൽ ഉടനെ നമ്മൾ ടി വി ഓൺ ചെയ്യും. ഇപ്പോൾ ആ ടി വിയിൽ നിന്ന് മാറി കുറച്ചുകൂടെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എന്താ കയ്യിൽ? മൊബൈൽ ഫോൺസ് അല്ലെങ്കിൽ ടാബ്. ഇതിനകത്ത് ഗെയിം കളിക്കുക, അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുക. ഇതിനപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കുന്നുമില്ല, പ്രവർത്തിക്കുന്നുമില്ല. അപ്പം നമ്മുടെ ലെഷർ ടൈം അതെങ്ങനെ ആക്റ്റീവായിട്ട് അല്ലെങ്കിൽ എങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാം എന്നാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കാൻ. അപ്പോൾ ഇത്രയും നാളും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളൊക്കെ വാച്ചിങ് ടി വിയോ അല്ലെങ്കിൽ ഗെയിമിങ് അതൊക്കെയാണ് നിങ്ങളുടെ പരിപാടികൾ. പ്രത്യേകിച്ച് ഇപ്പോൾ ലോക്ക്ഡൗൺ ആയ കാരണം അടുത്ത വീട്ടിൽ പോകാൻ പറ്റില്ല, ഫ്രണ്ട്സിനൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വീട്ടിനകത്ത് തന്നെ ലോക്ക്ഡ് ആയിട്ടിരിക്കുക. കുറച്ച് നേരമൊക്കെ അച്ഛനെയും അമ്മയും ബ്രദേഴ്സിനെയും സിസ്റ്റേഴ്സിനെയൊക്കെ ഡിസ്റ്റർബ് ചെയ്ത് നടക്കാം. പക്ഷെ അത് കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ഈ ഫോൺ പിടിച്ച് ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഒതുങ്ങിക്കൂടി ഇരിക്കുകയാണ്. അങ്ങനെയല്ല, നമ്മളുടെ ഈ ലെഷർ ടൈം നന്നായിട്ട് നമുക്ക് വിനിയോഗിക്കാനായിട്ട് സാധിക്കും. എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മളൊക്കെ ഇവിടെ ഭൂമിയിൽ വന്ന് ജനിച്ചിട്ട് തിരിച്ച് നമുക്ക് എല്ലാവർക്കും മരണം സംഭവിക്കും അല്ലേ? തിരിച്ച് പോകുന്നതിന് മുമ്പ് നമുക്ക് എന്തെങ്കിലുമൊക്കെ മെമ്മറബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ? അപ്പോൾ അതിലേക്ക് വെളിച്ചം വീശുന്ന ഒരു ലെസണാണിത് കേട്ടോ. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. എല്ലാവരും റെഡി അല്ലേ പഠിക്കാൻ? ഓക്കെ, ഓൾ ഓഫ് യു ടേക്ക് യുവർ മോറൽ സയൻസ് ടെക്സ്റ്റ് ബുക്ക്. ഏത് ലെസണാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്? ലെസൺ 3. നോക്കിക്കോ, യൂസ് ഓഫ് ലെഷർ. ലെഷർ മീൻസ് ഫ്രീ ടൈം. Raju had a short vacation in school for Diwali. കുട്ടിയുടെ പേരെന്താണ്? രാജു. അവനൊരു ചെറിയ വെക്കേഷൻ കിട്ടി, ഷോർട്ട് വെക്കേഷൻ. എന്തിനു വേണ്ടിയിട്ട്? ഫോർ ദിവാലി. ദിവാലി എന്ന് പറഞ്ഞാൽ ഏത് ഫെസ്റ്റിവലാണ്? ദിവാലി, ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്സ്. ദിവാലി എന്ന് പറയുന്ന ഫെസ്റ്റിവൽ ഏതാണ്? ദിവാലി. ഇപ്പോൾ നമ്മൾ കേരളീയരൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഫെസ്റ്റിവലാണ് അല്ലേ? കൂടുതൽ നോർത്ത് ഇന്ത്യൻസ് ആണ്. പക്ഷെ ഇപ്പോൾ നമ്മൾ കേരളത്തിലൊക്കെ ഈ ദിവാലി സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. ദിവാലി മീൻസ് എ ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്സ്. ദീപങ്ങളുടെ ഉത്സവമാണ് ദിവാലി. പേരിൽ തന്നെയുണ്ട് അല്ലേ? നമ്മൾ വീടിൻ്റെ മുറ്റം മുഴുവനും ലൈറ്റ്സ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യുന്ന ഒരു ഫെസ്റ്റിവലാണ്. രസമാണ്. വൈകുന്നേരം ആകുമ്പോൾ എല്ലാവരും മൺചിരാതിലെ എണ്ണയൊക്കെ ഒഴിച്ച് തിരിയിട്ട് കത്തിച്ച് എല്ലായിടത്തും വെച്ചിട്ട് നമ്മൾ ഫോട്ടോയൊക്കെ ഒരുപാട് എടുത്ത് കൂട്ടും അല്ലേ? അപ്പോൾ കണ്ണിന് ഭയങ്കര ഇമ്പം, കണ്ണിന് നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. പുറത്തോട്ട് ഇറങ്ങിയാലും എല്ലാ വീടുകളും ഇതുപോലെ ലൈറ്റ്സ് വെച്ച് അലങ്കരിച്ചിരിക്കും. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുള്ള കാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ വെളിച്ചത്തിൻ്റെ ലൈറ്റ്സിൻ്റെ ഉത്സവമായതുകൊണ്ട് നമ്മുടെയൊക്കെ മനസ്സ് നന്നായിട്ട് തണുക്കും അത് കാണുമ്പോൾ. അപ്പോൾ ഇവിടെ ആർക്കാണ് വെക്കേഷൻ തുടങ്ങിയത്? രാജുവിന്. ഷോർട്ട് വെക്കേഷൻ ഇൻ സ്കൂൾ ഫോർ ദിവാലി. Unlike most other kids his age, he was not attracted to TV programs. സാധാരണ അവൻ്റെ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ വെക്കേഷൻ കിട്ടുമ്പോൾ ചെയ്യുന്നത് എന്താണ്? ടി വി പ്രോഗ്രാംസ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ രാജുവിന് അതിൽ ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. അവന് ടി വി കാണുന്നതേ ഇഷ്ടമല്ല. ഹി വാസ് ബോർഡ് മീൻസ് അവന് ടി വി കാണുന്നത് ഭയങ്കര ബോറിംഗ് ആണ്. Suddenly he got an
ഐഡിയ അല്ലേ? അവന് പെട്ടെന്നൊരു ഐഡിയ കിട്ടി. ഹി വണ്ടേർഡ് ഹൗ ദ വേൾഡ് വുഡ് ബി 1000 years ഫ്രം നൗ. അവൻ അത്ഭുതപ്പെടുകയാണ്, അവൻ ആലോചിക്കുകയാണ് എങ്ങനെയാണ് ആയിരക്കണക്കിന് വർഷങ്ങൾ പിന്നിട്ട് നമ്മളുടെ വേൾഡ് ഇപ്പോൾ കാണുന്ന രീതിയിൽ എത്തിയത്. നമുക്കറിയാലോ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് എന്താണ് നമ്മൾ സ്റ്റോൺ ഏജ് ഒക്കെ പഠിച്ചിട്ടില്ലേ ഹിസ്റ്ററിയിൽ. പണ്ടത്തെ മനുഷ്യരെങ്ങനെയായിരുന്നു, അന്ന് അവരെന്തൊക്കെ ആയുധങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്, അവരെങ്ങനെയാണ് ജീവിച്ചിരുന്നത്, ഇതൊക്കെ നമ്മൾ ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ അത് അത്ഭുതപ്പെട്ടു, ഇതൊക്കെ എങ്ങനെയാണ് പണ്ട് 1000 അല്ലെങ്കിൽ അതിന് മുമ്പ് ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങൾ ഇപ്പോൾ മനുഷ്യൻ എങ്ങനെയാണിത് പഠിച്ചെടുക്കുന്നത്. ഹി വിഷ്വലൈസ്ഡ് ആർക്കിയോളജിസ്റ്റ് കണ്ടക്ടിങ് എക്സ്കവേഷൻസ് ആൻഡ് കളക്ടിങ് ഇൻഫോർമേഷൻ റിലേറ്റഡ് ടു ദ 21st century. എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചത്? ഈ 21st century, നമ്മളിപ്പോൾ ജീവിക്കുന്നത് ഏത് സെഞ്ച്വറിയിലാണ്? 21st centuryയിലാണ്, 21ാം നൂറ്റാണ്ടിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് മനുഷ്യൻ്റെ ആയുസ് എന്ന് പറഞ്ഞാൽ മാക്സിമം ആണ് 100 വയസ്സ്. 100 വയസ്സ് വരെ എത്തുന്നവർ വളരെ കുറച്ചാണ്. അങ്ങോട്ട് ഒരു 80, 60, 70 ആ വയസ്സാകുമ്പോഴേക്കും നമ്മളുടെ ആയുസ് തീരും. അപ്പോൾ ഈ ഒരു ആയുസിനുള്ളിൽ, ഈ ഒരു നൂറ്റാണ്ടിനുള്ളിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അപ്പോൾ അവൻ വിഷ്വലൈസ് ചെയ്തു, അവൻ പഠിച്ചിട്ടുണ്ട്. ആർക്കിയോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആർക്കിയോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പുരാവസ്തു ഗവേഷകരെന്ന് പറയും. അവരുടെ ജോലി എന്താണെന്ന് അറിയാമോ? എക്സ്കവേഷൻ. അവരിങ്ങനെ ഓരോ സ്ഥലത്ത്, ഇപ്പം നമ്മൾ താമസിക്കുന്ന, നിങ്ങളുടെ വീട് നിൽക്കുന്ന സ്ഥലം പണ്ട് ഒരുപാട് 100 വർഷങ്ങൾക്ക് മുമ്പ് മറ്റെന്തെങ്കിലുമൊക്കെ ആയിരിക്കാം അല്ലേ? അതൊക്കെ മണ്ണിനടിയിലേക്ക് പോകും. ഇപ്പോൾ നമ്മളുടെ കാലം കഴിയുമ്പോൾ കുറേ വർഷം കഴിഞ്ഞിട്ട് നമ്മൾ താമസിക്കുന്ന സ്ഥലവും വീടും ഒക്കെ ചിലപ്പോൾ മണ്ണിനടിയിലാകും. അപ്പോൾ 1000 വർഷങ്ങൾ 2000 വർഷങ്ങൾക്ക് മുമ്പുള്ള മിക്ക സ്ഥലങ്ങളും മണ്ണിനടിയിലേക്ക് പോയിട്ടുണ്ട്. കടലിൻ്റെ അടിയിലേക്ക് പോയിട്ടുള്ളതുണ്ട്, തീരദേശത്തു നിന്നൊക്കെ കടലിൻ്റെ അടിയിലോട്ട് പോയതുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടുപിടിക്കുന്ന ആരാണ്? ആർക്കിയോളജിസ്റ്റുകളാണ്, പുരാവസ്തു ഗവേഷകർ. അവർ എക്സ്കവേഷൻ നടത്തും, അതായത് മണ്ണ് പതുക്കെ മാറ്റി, നമ്മൾ ഇങ്ങനെ മാതിപറിച്ചെടുക്കുകയല്ല ചെയ്യുന്നത്. അവർ ഭയങ്കര കെയർഫുള്ളായിട്ട്, ആ മണ്ണെന്ന് പറഞ്ഞാൽ സോയിൽ പല ലെയേഴ്സായിട്ടാണ് ഭൂമിയിൽ നിൽക്കുന്നത് അല്ലേ? അത് പഠിച്ചിട്ടുണ്ടല്ലോ, ഒരുപാട് ലെയേഴ്സ് ഉണ്ട്. അപ്പോൾ ഓരോ ലെയറും അവർ അതായത് കെയർഫുള്ളി അവരത് റിമൂവ് ചെയ്ത് അവർ താഴേക്ക് ചെല്ലുമ്പോൾ പണ്ടത്തെ വലിയ വലിയ നഗരങ്ങളുണ്ടല്ലോ, ടൗൺസ്, പണ്ട് കാലത്തുണ്ടായിരുന്ന ടൗണൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അവിടെയുള്ള കെട്ടിടങ്ങളൊക്കെ അതേപോലെ ചിലപ്പോൾ ഏതെങ്കിലും എർത്ത് ക്വേക്കൊക്കെ വരുമ്പോഴേ, ഭൂമികുലുക്കമൊക്കെ വരുമ്പോൾ അതേപോലെ താഴേക്ക് പോകുന്നതായിരിക്കും. ഇപ്പം നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിലും ഗുജറാത്തിലൊക്കെ ഭൂകമ്പം ഉണ്ടായപ്പോൾ നിങ്ങൾ വാർത്തയിൽ കേട്ട് കാണും. മോർണിംഗ് ടൈമിൽ, അസംബ്ലി ടൈമിൽ കുട്ടികളെല്ലാവരും പുറത്തു നിന്ന് പ്രയർ ചെല്ലുന്ന സമയത്ത് ആ സ്കൂളും ടീച്ചേഴ്സും സ്റ്റുഡൻസും ഉൾപ്പെടെ എല്ലാവരും ഭൂമിക്കടിയിലേക്ക് പോയി. അവരെ പിന്നെ കണ്ടെത്താൻ പറ്റില്ല, കുറച്ച് പേരുടെ ബോഡീസേ കിട്ടിയിട്ടുള്ളൂ അല്ലേ? ഇനിയും കുറേ ബോഡികൾ കിട്ടാതെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഭൂമിയുടെ അടിയിൽ കിടക്കും. ഒരുപാട് 10,000 വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്കും അന്ന് ജീവിച്ചിരിക്കുന്ന ആളുകളൊക്കെ ഇതിങ്ങനെ ഖനനം ചെയ്ത്, എന്താ പറയുക, എക്സ്കവേഷൻ എന്ന് പറഞ്ഞാൽ കുഴിച്ച് എന്ന് ആ സ്കൂൾ അതേപോലെ കണ്ടുപിടിക്കും. അപ്പോൾ അന്നത്തെ കുട്ടികൾ എന്താ പഠിക്കാൻ പോകുന്നത്? 1000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഭൂമിയിൽ ഇതുപോലെ വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള, അതായത് കട്ടയും സിമെൻറ്റും ഇഷ്ടികയൊക്കെ വെച്ച് നിർമ്മിച്ചിരുന്ന കെട്ടിടങ്ങളുണ്ടായിരുന്നു, അന്നിവിടെ കുട്ടികൾ പഠിച്ചിരുന്നു എന്നൊക്കെ അവർ കണ്ടുപിടിക്കും. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ ഇവിടെ രാജുവിന് അറിയാം, ഈ ആർക്കിയോളജിസ്റ്റുകളാണ് ഇതൊക്കെ കണ്ടുപിടിക്കുന്നത്. പഴയ കാലത്തുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നത് ആർക്കിയോളജിസ്റ്റുകളാണ്. പക്ഷെ അതൊക്കെ പ്രകൃതി ഭൂമിയിലേക്ക് താഴ്ത്തിക്കൊണ്ടുപോയ സാധനങ്ങളാണ് കണ്ടുപിടിച്ചത്. ഇപ്പം രാജുവിനൊരു ഐഡിയ കിട്ടിയെന്ന് പറഞ്ഞില്ലേ, അതെന്താണെന്ന് നോക്കാം. അപ്പോൾ ഒന്നുകൂടെ, ഹി വിഷ്വലൈസ്ഡ് ആർക്കിയോളജിസ്റ്റ് കണ്ടക്ടിങ് എക്സ്കവേഷൻസ് ആൻഡ് കളക്ടിങ് ഇൻഫോർമേഷൻ റിലേറ്റഡ് ടു ദ 21st century. He felt excited and thought that on his part he would like to do something to help the future archaeologists. കണ്ടോ, അവൻ കുറച്ചുകൂടെ അവർ വലിയ ഐഡിയ ഇതാണ്. ഈ ആർക്കിയോളജിസ്റ്റുകളൊക്കെ മണ്ണിനടിയിൽ നിന്നല്ല ഇതൊക്കെ കുഴിച്ചെടുത്തിട്ട് പുതിയ പണ്ടിങ്ങനെ ആയിരുന്നു എന്നൊക്കെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ ഈ ജീവിക്കുന്ന നൂറ്റാണ്ടിലെ കാര്യങ്ങൾ ഇനി ഒരു 1000 അല്ലെങ്കിൽ ഒരു 100 വർഷം കഴിയുമ്പോഴുള്ള ആളുകൾക്ക് മനസ്സിലാകണ്ടേ? അപ്പം അതിന് വേണ്ടിയിട്ട് അവൻ ചില സാധനങ്ങളൊക്കെ എന്ത് ചെയ്തു, എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ആ ആർക്കിയോളജിസ്റ്റുകൾക്ക്
ഇനി ഭാവിയിൽ, അതായത് ഒരു 100-1000 വർഷം കഴിയുമ്പോഴുണ്ടാകുന്ന ആർക്കിയോളജിസ്റ്റുകൾക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നവൻ ചിന്തിച്ചു. എന്തുകൊണ്ടാണ്? അവന് വെക്കേഷൻ കിട്ടി, അവന് TV പ്രോഗ്രാം വാച്ച് ചെയ്യാൻ കഴിയില്ല, അവന് ഭയങ്കര ബോറിംഗ് ആയി. അപ്പോൾ എന്തെങ്കിലും അവൻ്റെ ആ ലെഷർ ടൈം യൂസ്ഫുൾ ആയിട്ട് അവൻ ഉപയോഗിക്കാനായിട്ട് തീരുമാനിച്ചതിൻ്റെ ഫലമായിട്ടാണ് രാജു ഇത്രയും കാര്യങ്ങൾ തിങ്ക് ചെയ്തത്. Look at the second paragraph. He collected a few things. എന്തൊക്കെയാണ്? ആ കുറച്ച് കാര്യങ്ങൾ അതിന് വേണ്ടിയിട്ട് കളക്ട് ചെയ്തു. എന്തൊക്കെയാണ്? എ നെയിൽ കട്ടർ, എ നൈഫ്, എ സ്പൂൺ, എ ടൂത്ത് ബ്രഷ്. പിന്നെ എന്തൊക്കെയാണ്? ഹിസ് സയൻസ് നോട്ട്ബുക്ക്, എ ന്യൂസ് പേപ്പർ, സം ലിറ്റിൽ ടോയ്സ്, എ പെൻ ആൻഡ് അതർ ലിറ്റിൽ തിങ്സ്. എന്തൊക്കെയാണ് അവൻ കളക്ട് ചെയ്തത്? ഇനി വരുന്ന ആർക്കിയോളജിസ്റ്റിന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അവൻ കളക്ട് ചെയ്ത സാധനങ്ങളാണ്. ഒരു നെയിൽ കട്ടർ, നമ്മുടെ നാക്കൊക്കെ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു നെയിൽ കട്ടർ, എ നൈഫ്, ഒരു കത്തി, എ സ്പൂൺ, ഒരു സ്പൂൺ, എ ടൂത്ത് ബ്രഷ്, പല്ല് തേക്കുന്ന ബ്രഷ്, ഹിസ് സയൻസ് നോട്ട്ബുക്ക്, അവൻ സയൻസ് നോട്ട്ബുക്ക് എടുത്ത് കളക്ട് ചെയ്ത് വെച്ചിരിക്കുകയായിട്ട് എന്തിനാന്ന് നോക്കിക്കൊള്ളേ. എ ന്യൂസ് പേപ്പർ, അവൻ്റെ വീട്ടിൽ ന്യൂസ് പേപ്പർ വരുത്തുന്നുണ്ട്, അതിലൊരു ന്യൂസ് പേപ്പർ, സം ലിറ്റിൽ ടോയ്സ്, അവൻ്റെ കളിപ്പാട്ടങ്ങളിൽ നിന്ന് കുറച്ച് കളിപ്പാട്ടം, പിന്നെ എ പെൻ, അവൻ യൂസ് ചെയ്യുന്ന ഒരു പേന, ആൻഡ് അതർ ലിറ്റിൽ തിങ്സ്, അവൻ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനങ്ങളിൽ നിന്നൊക്കെ ഓരോ സാധനങ്ങളൊക്കെ എടുത്ത് കളക്ട് ചെയ്തു. എന്നിട്ട് അവൻ എന്ത് ചെയ്തു? ഹി പുട്ട് ദം ഓൾ ഇൻ എ ബാഗ് ആൻഡ് സീൽഡ് ദ ബാഗ്. അവൻ ഇതെല്ലാം കൂടി ഒരു പ്ലാസ്റ്റിക് ബാഗിനകത്താക്കിയിട്ട് അത് സീൽ ചെയ്തു. സീൽ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? തീയിലൊക്കെ വെച്ച് ഉരുക്കിയറിഞ്ഞ് ഒട്ടിച്ച് വെച്ചു. അതിനകത്തേക്ക് ഒന്നും കയറാതെ ഈ സാധനങ്ങളൊന്നും നശിക്കാത്ത രീതിയിൽ അവനത് ഒട്ടിച്ച് വെച്ചു. ഈ പടത്തിൽ കാണുന്ന കണ്ടോ, അവൻ്റെ ബാഗ്, ആ ഒരു പ്ലാസ്റ്റിക് ബാഗാണ്. ആ ബാഗിനകത്ത് അവൻ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ആക്കിയിട്ടത് സീൽ ചെയ്തു. ഇനി അവൻ എന്താ ചെയ്യുന്നതെന്ന് അറിയണ്ടേ? പേജ് മറിച്ചോ കേട്ടോ. നെക്സ്റ്റ് പേജ് നമ്പർ 12. Then with the help of a small tool he dug a 1 foot deep pit in the ground. അവൻ എന്ത് ചെയ്തു എന്ന് നോക്കിയേ. അവനൊരു ടൂൾ എടുത്തു. എന്ത് ചെയ്യാനാണ്? ഡിഗ് ചെയ്യാനായിട്ട്, മണ്ണ് കുഴിക്കാൻ പറ്റുന്ന ഒരു ടൂൾ. നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാകും അല്ലേ, ഒരു നീണ്ട ഒരു ബാറിൻ്റെ അറ്റം ഇങ്ങനെ ഒരു കുഴിക്കാൻ പറ്റിയ പാത്രം, ഒരു സാധനം പിടിപ്പിച്ചത്. അത് വെച്ചിട്ട് അവൻ എന്ത് ചെയ്തു? ഹി ഡഗ് 1 foot deep pit. പിറ്റ് എന്ന് പറഞ്ഞാൽ കുഴി. ഒരു എത്ര അടി ആഴത്തിലാണ്? 1 foot, ഒരടി ആഴത്തിൽ. ഒരടി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കാൽപാദം ഉണ്ടല്ലോ, ആ കാൽപാദത്തിൻ്റെ ബാക്കിൽ മുതൽ ഫ്രണ്ടിൽ വരെയുള്ള അളവാണ് 1 foot, ഒരടി എന്ന് പറയും. ആ ഒരടി താഴ്ചയിൽ അവൻ ടൂൾ വെച്ചിട്ട് ഒരു പിറ്റ് നിർമ്മിച്ചു, ഒരു കുഴി ഉണ്ടാക്കി. He placed the bag in the pit and covered the pit with mud. അവൻ എന്നിട്ട് എന്ത് ചെയ്തു? ആ കുഴിയുടെ അകത്തേക്ക് അവൻ നേരത്തെ കളക്ട് ചെയ്ത് വെച്ച സാധനങ്ങളൊക്കെ ഒരു പ്ലാസ്റ്റിക് ബാഗിൽ വെച്ചിട്ട് സീൽ ചെയ്തില്ലേ, ആ ബാഗ് എടുത്ത് അവൻ ഇതിനകത്തേക്ക് ഇറക്കി വെച്ചിട്ട് കവേർഡ് ദ പിറ്റ്, മണ്ണിട്ട്, വിത്ത് മഡാണ്. മഡ് മീൻസ് ചെളി വെച്ചിട്ട് അവൻ ഈ കുഴി നന്നായിട്ട് മൂടി. എന്തുകൊണ്ടായിരിക്കും രാജു മണ്ണ് ഉപയോഗിക്കാതിരുന്നത്, സോയിൽ ഉപയോഗിക്കാതിരുന്നത്? എന്തുകൊണ്ടായിരിക്കാം? സോയിൽ പെട്ടെന്ന് ഒഴുകി പോകാനൊക്കെ ചാൻസ് ഉണ്ട് അല്ലേ, താന്നു പോകാം, അതെല്ലാം കൂടെ മിക്സായി പോകാം, വേറൊരു സ്ഥലത്തേക്ക് അത് ഒലിച്ചു പോകാം. പക്ഷെ മഡ് കുറച്ചുകൂടെ ഹാർഡാണ്. മഡ് വെച്ച് മൂടി അത് ഡ്രൈ ആയി കഴിയുമ്പോൾ നല്ല കട്ടിയായിട്ടിരിക്കും. നിങ്ങളുടെ പാടത്തെ ചെളിയൊക്കെ കണ്ടിട്ടില്ലേ? ആ ചെളി അതേപോലെ നിൽക്കാം. ചെളിയുടെ അകത്ത് എന്തെങ്കിലും ആയിപ്പോയാൽ അതിന് യാതൊരു വിധത്തിലുള്ള നാശവും സംഭവിക്കില്ല. അപ്പം ഇതൊക്കെ രാജു പഠിച്ച കാര്യങ്ങളിൽ നിന്ന് അവൻ പ്രാക്ടിക്കലായിട്ട് ചെയ്യുകയാണ് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് അവൻ മഡിൽ ചെയ്തത്. അപ്പോൾ എന്തൊക്കെ സംഭവിച്ചാലും അവൻ്റെ ഈ ബാഗ് മഡ് കൊണ്ട് കവർ ചെയ്ത് യാതൊരു വിധത്തിലുള്ള കേടുപാട് സംഭവിക്കാതെ ഒരുപാട് നാൾ നിൽക്കുമെന്ന് അവനറിയാമായിരുന്നു കേട്ടോ. അപ്പോൾ പഠിച്ച കാര്യങ്ങൾ രാജു എങ്ങനെയാണ് പ്രാക്ടിക്കലൊക്കെ ആക്കി കൊണ്ടുവന്നതെന്ന് മനസ്സിലായില്ലേ? ഇൻ ഫ്യൂച്ചർ അവൻ എന്തിനാണ് ചെയ്തത്? ഇൻ ഫ്യൂച്ചർ, ഭാവിയിൽ, സം ആർക്കിയോളജിസ്റ്റ് മേ ഫൈൻഡ് രാജൂസ് ബാഗ് ആൻഡ് വിൽ ഗെറ്റ് സം ക്ലൂസ് as to how life was in the 21st century. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ കിട്ടുന്ന ആർക്കിയോളജിസ്റ്റുകൾക്ക് മനസ്സിലാകും ഈ 21st സെഞ്ച്വറിയിൽ മനുഷ്യൻ എന്തൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത്, അവൻ എങ്ങനെയുള്ള ലൈഫായിരുന്നു നയിച്ചിരുന്നത്. സയൻസ് നോട്ട്ബുക്കൊക്കെ കാണുമ്പോൾ അവർക്ക് മനസ്സിലാകും 21st സെഞ്ച്വറിയിൽ
കുട്ടികൾ സയൻസൊക്കെ പഠിച്ചിരുന്നു. അവർ എഴുതാൻ ഉപയോഗിച്ചിരുന്ന പേനയാണിത്. ചിലപ്പോൾ 1000 വർഷം കഴിയുമ്പോൾ പേനയൊന്നും കാണില്ല അല്ലേ. നമ്മളൊക്കെ ഇങ്ങനെ ഇലക്ട്രോണിക് യുഗത്തിൽ ഇപ്പോഴേ തന്നെ കമ്പ്യൂട്ടറൊക്കെ, അപ്പോൾ കമ്പ്യൂട്ടറിൽ നമുക്ക് എഴുതാൻ പറ്റൂലേ, അപ്പോൾ പേനയും പെൻസിലിൻ്റെ ഒന്നും ആവശ്യം വരത്തില്ല. അപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് പേന എഴുതാനായിട്ട് പേന എന്ന് പറയുന്നൊരു സാധനം ഉണ്ടായിരുന്നു. നഖം കട്ടിയാൻ നെയിൽ കട്ടർ ഉണ്ടായിരുന്നു. പിന്നെന്താണ്, കത്തി, സാധനങ്ങളൊക്കെ മുറിക്കാനായിട്ട് ഇതുപോലെ നൈഫ് എന്ന് പറയുന്ന ആയുധം ഉപയോഗിച്ചിരുന്നു. ഇങ്ങനെ ഒരുപാട് ഡീറ്റെയിൽസ് ആർക്കിയോളജിസ്റ്റിന് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് രാജു ഇതെല്ലാം ബാഗിനകത്താക്കി കുഴിച്ചിട്ടത്. ഹിസ് ഫ്രണ്ട് സോനു കോൾ ഹിം അപ്പ് ഇൻ ദ ഈവനിങ്. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പോൾ അവൻ്റെ ഫ്രണ്ട് വിളിച്ചു. ഒരു ദിവസം മുഴുവൻ അവർ TV വാച്ച് ചെയ്തു, ഇഷ്ടമുള്ള കളികളൊക്കെ കളിച്ചിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ അവൻ്റെ ഫ്രണ്ട് ആരെ വിളിച്ചത്? സോനു അവനെ ഫോൺ ചെയ്തു. രാജു told him how he had spent this day. രാജു അവനോട്, ആരോട്? സോനുവിനോട് പറഞ്ഞു, ഞാൻ എങ്ങനെയാണ് ഈ ഒരു ദിവസം സ്പെൻഡ് ചെയ്തത്. സോനു was excited to learn what Raju had done, but at the same time he felt ashamed. അപ്പോൾ രാജു താൻ ചെയ്ത കാര്യങ്ങൾ പറഞ്ഞപ്പോഴത്തേക്ക് സോനുവിന് എന്താണ് തോന്നിയത്? ഹി വാസ് എക്സൈറ്റഡ് ടു ലേൺ വാട്ട് രാജു ഹാഡ് ഡൺ. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയി. രാജു ഇത്രയൊക്കെ ചിന്തിച്ച് ഇത്രയും നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു, നീ കൊള്ളാമല്ലോണല്ലേ, ആൾ ഭയങ്കര സാധനമാണല്ലോ എന്നൊക്കെ വിചാരിക്കുകയും അതോടൊപ്പം തന്നെ സോനുവിന് നാണക്കേട് തോന്നിയായി. എൻ്റെ കൂടെ പഠിച്ച രാജു ഇത്രയും നല്ല കാര്യം ചെയ്തു, പക്ഷെ ഞാനൊന്നും ചെയ്തില്ല, അവൻ വെറുതെ TV കണ്ട് സമയം കളയുകയാണ് ചെയ്തത്. അപ്പോൾ അവന് നാണക്കേട് തോന്നി. നാണക്കേടല്ലേ, നാണക്കേട്. എനിക്ക് രാജുവിൻ്റെ അത്രയും ബുദ്ധി ഇല്ലാതെ പോയല്ലോ എന്ന് പുറത്ത് അവന് വിഷമം തോന്നി. ബിക്കോസ് ഹി ഹാഡ് സ്പെൻഡ് ദ ഹോൾ ഡേ വാച്ചിങ് TV. എന്തുകൊണ്ടാണ് അവന് നാണക്കേട് തോന്നിയത്? അവൻ്റെ ലെഷർ ടൈം നന്നായിട്ട് വിനിയോഗിച്ചില്ല. അവൻ വെറുതെ വേസ്റ്റ് ചെയ്തു. എന്ത് ചെയ്ത്? വെറുതെ TV പ്രോഗ്രാം കണ്ട, അതിനകത്ത് ഒരു കാര്യമില്ലാത്ത TV പ്രോഗ്രാം കണ്ട അവൻ്റെ ആ ഒരു ഡേ അവൻ നശിപ്പിച്ച് കളഞ്ഞു. ബട്ട് സോനു ഡ്രൂ ഇൻസ്പിറേഷൻ ഫ്രം രാജു. പക്ഷേ സോനു രാജുവിൽ നിന്ന് ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടു. രാജു ചെയ്ത പ്രവൃത്തി അവന് പ്രചോദനമായി. കേട്ടിട്ട് അവൻ ഈ ചെവി കൂടെ കളഞ്ഞില്ല. അവൻ അപ്പം തന്നെ വിചാരിച്ചു, എനിക്കും ഇങ്ങനെ തന്നെ ചെയ്യണം. ആൻഡ് ദ നെക്സ്റ്റ് ഡേ he too did what his friend had done for the future archaeologist. അടുത്ത ദിവസം അവൻ എന്ത് ചെയ്തു? രാജു ചെയ്തതുപോലെ തന്നെ അവരും അവൻ്റെ കുറേ സാധനങ്ങളൊക്കെ എടുത്ത് ബാഗിനകത്താക്കി ഇതുപോലെ ഒരു പിറ്റ് ഉണ്ടാക്കിയിട്ട് അതിനകത്തിട്ട് മണ്ണ് വെച്ച് കവർ ചെയ്ത് വെച്ചു. He got immense pleasure from the creative work he had done. ഈ TV വാച്ച് ചെയ്യുമ്പോൾ നമ്മൾ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇല്ല. ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ഇല്ല. ആരൊക്കെയോ ചിന്തിച്ചുണ്ടാക്കി വെച്ച കുറേ ഷോ നമ്മളിന്ന് കാണുന്നു. നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നേ ഇല്ല അല്ലേ. അതുപോലെ നമ്മൾ ക്രിയേറ്റീവായിട്ടൊന്നും ചെയ്യുന്നില്ല. നമ്മൾ ചെയ്യുന്നത് എന്താണ്? കുറേ സ്നാക്സ് എടുത്ത് പാത്രത്തിൽ വെച്ചിട്ട് വായിൽ വെച്ച് ഇങ്ങനെ ചമച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നമുക്ക് ഒരുപാട് ദോഷമുണ്ട്. നമ്മുടെ ബോഡി അനങ്ങാതെ നമ്മൾ കുറേ എണ്ണ പലഹാരങ്ങൾ തിന്ന് നമ്മുടെ ബോഡി ഭയങ്കരമായിട്ട് ഫാറ്റി ആകും. അതുകൊണ്ട് കൊളസ്ട്രോളൊക്കെ ഉണ്ടാകാം. നമ്മുടെ ജോയിൻസ് ഒന്നും അനങ്ങുന്നില്ല. നമ്മുടെ ബോഡിയിലെ കൈയും കാലും ഒന്നും അനങ്ങുന്നില്ല. ഇങ്ങനെ സ്റ്റക്കായിട്ട് നമ്മുടെ കണ്ണ് പോലും ചലിക്കുന്നില്ല. നിങ്ങൾ എത്ര മണിക്കൂറാണ് TV-യിൽ ഇങ്ങനെ നമ്മുടെ കൃഷ്ണമണി അനക്കാതെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഇതൊക്കെ നമ്മുടെ ബോഡിക്ക് ദോഷമാണ്. അപ്പോൾ ക്രിയേറ്റീവായിട്ടുള്ളൊരു കാര്യം ചെയ്തപ്പോൾ സോനു ഭയങ്കര ഹാപ്പിയായി. അവൻ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്തൊരു സന്തോഷം അനുഭവിച്ചു. ഇനി look at the last paragraph. When we spend our leisure in productive or creative activities, we get immense pleasure. നമ്മൾ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യുകയും എന്തെങ്കിലും ഒരു സാധനം നമ്മൾ ഉണ്ടാക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നതാണ് പറയുന്നത്. അത് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങളും ക്രിയേറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടാക്കുക. ഞാൻ കണ്ടു, നിങ്ങൾ ഗൂഗിൾ മീറ്റിൽ മിസ്സിൻ്റെ ഒരുപാട് കാര്യങ്ങൾ കാണിച്ചു. നിങ്ങൾ വീട്ടിലിരുന്ന് ബോട്ടിൽ ആർട്ട് ചെയ്തതും പെയിൻറ്റിങ്, കളറിങ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ. ഒരാളൊരു ജീപ്പൊക്കെ ഉണ്ടാക്കി കാണിച്ചു. അപ്പോൾ കുറേ ആളുകൾ, കുറേ കുട്ടികൾ, കുറേ സ്റ്റുഡൻസ് ക്രിയേറ്റീവായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനിടയ്ക്കും ചെയ്യാതെ നിങ്ങൾ വെറുതെ ഇപ്പോഴും TV വാച്ച് ചെയ്ത് ടൈം വേസ്റ്റ് ചെയ്യുന്ന കുറച്ച് പേരെങ്കിലും ഇല്ലേ? അപ്പോൾ അവർക്ക് വേണ്ടി കൂടിയിട്ടാണ് ഈ പാഠം കേട്ടോ. അപ്പോൾ ഇനി നിങ്ങളും കൂടി, ഇപ്പം നിങ്ങൾ അന്ന് ഒരുപാട് നിങ്ങളുടെ കൂടെ പഠിക്കുന്ന ഒരുപാട് കുട്ടികൾ ഉണ്ടാക്കുന്ന സാധനം കണ്ടു. അപ്പം നിങ്ങൾക്കും എന്തെല്ലാം കാര്യങ്ങൾ കാണാം. യൂട്യൂബ് എടുത്ത് നോക്കിയാൽ അത് ഓരോ കാര്യങ്ങളും ചെയ്യേണ്ട വിധം എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് കാണിച്ചു തരും. എന്തൊക്കെ സാധനങ്ങൾ വേണമെന്നോ എങ്ങനെ ചെയ്യണമെന്നൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കി പഠിക്കാം. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങളും എല്ലാ ആഴ്ചയിലും ഒരു സാധനമെങ്കിലും ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കണം. ചെയ്യുമല്ലോ? ഓക്കെ.
പിന്നെന്താണ് നോളജ് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ. നമ്മുടെ അറിവ്, നമ്മൾ പഠിച്ച അറിവ് ഒന്നുകൂടെ വർദ്ധിക്കും. നമ്മൾ വായിച്ചു പഠിച്ച കാര്യങ്ങൾ നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ അറിവ് ഒന്നുകൂടെ വർദ്ധിക്കും. പിന്നെ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ, അതാണ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ സ്വന്തമായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്, സംതൃപ്തി കിട്ടും. അപ്പോൾ എന്തൊക്കെയാണ് ക്രിയേറ്റീവായിട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ? പ്ലഷർ അല്ലേ, ആദ്യം ചെയ്യുന്നത് നമുക്ക് പ്ലഷർ ഉണ്ടാകും, സന്തോഷം കിട്ടും. പിന്നെ നമ്മുടെ നോളജ്, അതായത് നമ്മൾ ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വീണ്ടും പഠിക്കും. നോളജ്, അതായത് നിങ്ങളൊരു പ്ലാസ്റ്റിക് ബാഗിനകത്താക്കി അത് സീൽ ചെയ്യുക എന്നുള്ളത് നമ്മൾ വായിച്ചറിവേ ഉള്ളൂ. പക്ഷെ ക്രിയേറ്റീവ് നമ്മൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇതെങ്ങനെ സീൽ ചെയ്യുമെന്നുള്ളത് നമ്മൾ പഠിക്കും. അത് നമ്മൾ പുസ്തകത്തിൽ പഠിച്ചിട്ടില്ല, നമ്മൾ തിങ്ക് ചെയ്യും. അതല്ലെങ്കിൽ പാരൻസിനോട് ചോദിക്കും. അപ്പം തീയിൽ വെച്ചിട്ട് സീൽ ചെയ്യാം, അതല്ലെങ്കിൽ ഇപ്പോൾ ഒരു മെഷീൻ കിട്ടും, അത് വെച്ചിട്ട് സീൽ ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പഠിക്കും. നമുക്ക് പിന്നെ ഭയങ്കര കോൺഫിഡൻസ് ആണ്. ആരെങ്കിലും ഏതെങ്കിലും ഒരു ബാഗ് ഒന്ന് സീൽ ചെയ്ത് തരുമെന്ന് പറയുമ്പോൾ എനിക്കറിയാം എന്ന് നമുക്ക് ധൈര്യമായിട്ട് പറയാം. അതല്ലെങ്കിൽ അയ്യോ സീൽ ചെയ്യാനോ എനിക്കറിയില്ല, എനിക്ക് ബാഗിനകത്ത് സാധനം ആക്കാനേ അറിയാവുള്ളൂ, സീൽ ചെയ്യാൻ അറിയില്ല എന്ന് പറയും. നാണക്കേടല്ലേ, ഇത്രയും പഠിച്ചിട്ട് സീൽ ചെയ്യാൻ അറിയില്ലേ എന്ന് അവർ നമ്മളോട് ചോദിച്ചാൽ ശരിക്കും നാണക്കേട് തന്നെയാണ്. അപ്പോൾ നമുക്ക് നോളജ് കിട്ടും. പിന്നെ മറ്റേത് എന്താണ്? സാറ്റിസ്ഫാക്ഷൻ. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ലേ, സാറ്റിസ്ഫാക്ഷൻ. വല്ലവരും ഒക്കെ ഉണ്ടാക്കിയ സാധനം ഉപയോഗിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും സാറ്റിസ്ഫാക്ഷൻ കിട്ടുമോ? ഇല്ല, നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി സംതൃപ്തി നേടും. Okay, on the other hand, if we spend our free time just watching TV, it not only deprives us of using and developing our creative skills but also spoils our eyesight. അപ്പോൾ വെറുതെ ടി വി കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ക്രിയേറ്റീവ് സ്കില്ലിനെ നശിപ്പിക്കുകയാണ്. നമ്മളവിടെ ഒന്നും ചെയ്യുന്നില്ല. വല്ലവരും ഒക്കെ അവരുടെ ബുദ്ധി ഉപയോഗിച്ച് ഉണ്ടാക്കിയ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ടി വിയിൽ വെറുതെ നോക്കിക്കൊണ്ടിരുന്നാൽ നമ്മൾക്കുള്ള ക്രിയേറ്റീവായിട്ടുള്ള സ്കില്ല് ഒന്നും വളർന്ന് വികസിക്കത്തുമില്ല. പിന്നെ അത് മാത്രമല്ല, ബട്ട് ഓൾസോ സ്പോയിൽസ് അവർ ഐസൈറ്റ്. ഇതിങ്ങനെ കണ്ടിന്യൂസ് കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ഐസൈറ്റ് നശിക്കുകയും ചെയ്യും അല്ലേ. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നിങ്ങളുടെ സൈറ്റിന് പ്രോബ്ലം ഉണ്ടാകും. കണ്ടിന്യൂസ് ആയിട്ട് ടി വി ഒക്കെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്, മൊബൈൽ ഫോണിൽ കളിക്കുന്നത്, ഇതൊക്കെ ദോഷമാണ്. നിങ്ങൾ ഒരുവിധം ഏജ് ആകുമ്പോൾ തന്നെ മിസ് വെച്ചിരിക്കുന്ന സ്പെക്സ് പോലെയല്ല, ഭയങ്കര പവറായിട്ടുള്ള കണ്ണടയൊക്കെ വെച്ച് നടക്കേണ്ടി വരും. മിസ് ഇപ്പോൾ ഇത്രയും ഏജ് ആയി കഴിഞ്ഞിട്ടാണ് വെച്ചത്. അപ്പം നിങ്ങൾ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ കണ്ണട വെക്കേണ്ടതായിട്ട് വരും, ചിലപ്പോൾ ഓപ്പറേഷൻ വേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ എന്തിനാണ് വെറുതെ നമ്മുടെ ബോഡിയെ നമ്മൾ നശിപ്പിക്കുന്നത്? ദൈവം നിങ്ങൾക്ക് നല്ല സുന്ദരമായ ഒരു ബോഡി തന്നിട്ടുണ്ട് അല്ലേ. അപ്പം അതിനെ വെറുതെ നശിപ്പിക്കണോ? നല്ല ഹെൽത്തി ആയിട്ടുള്ള ബോഡിയാണ് എല്ലാവർക്കും. അപ്പം അതിനെ അൺഹെൽത്തി ആക്കാതിരിക്കുക. അപ്പോൾ ഇതിനകത്ത് നിന്ന് നമുക്ക് കിട്ടുന്ന മോറൽ എന്താണ്? വി മസ്റ്റ് വാച്ച് ടി വി ലെസ്. നമ്മൾ വളരെ കാണണ്ടെന്ന് പറയുന്നില്ല, വളരെ കുറച്ച് സമയം, ഒരു ഡേയിൽ 1 hour മാത്രം കാണുക. മാക്സിമം പോയാൽ ഒരുപാട് അഡിക്റ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് പെട്ടെന്ന് അതങ്ങോട്ട് മാറ്റാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർ മാത്രം ഒരു 2 hours കാണുക. വലിയ ഇഷ്ടമൊന്നും അല്ലാത്ത കുട്ടികൾ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചില പ്രോഗ്രാംസ് മാത്രം കാണേണ്ടി വരും. അപ്പോൾ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ മാത്രം ടി വി കാണുക. അപ്പോൾ വി മസ്റ്റ് വാച്ച് ലെസ് ആൻഡ് യൂസ് അവർ ലെഷർ പ്രൊഡക്റ്റീവ്ലി. നമ്മുടെ ഫ്രീ ടൈം പ്രൊഡക്റ്റീവ്ലി ആയിട്ട് സ്പെൻഡ് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, ക്രിയേറ്റീവായിട്ടുള്ള സാധനങ്ങളൊക്കെ നിർമ്മിക്കുക. അപ്പം അതായിരിക്കണം ഈ പാഠത്തിൽ നിന്ന് നിങ്ങൾ ഉൾക്കൊള്ളുന്നത്. ഓക്കെ, ലെറ്റ് us finish today's class. നമുക്കിനി വീണ്ടും അടുത്ത ക്ലാസ്സിൽ പുതിയ പാഠവുമായിട്ട് വരാം. ബൈ.